ആദ്യ സീസൺ എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ നിന്ന് തന്നെയാണ് രണ്ടാം സീസണിന്റെ തുടക്കം. ഗെയിം അവസാനിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ ആ വലിയ തുകയുമായി തന്റെ മകളെ കാണാൻ പോവുകയാണ് സിയോ. ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിനൊരു കോൾ വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ഗെയിമിലുണ്ടായിരുന്ന സോൾജേഴ്സിനെല്ലാം നിയന്ത്രിച്ചിരുന്ന ഫ്രണ്ട്മാൻ ആയിരുന്നു. നീ ആ വിമാനത്തിൽ കയറാഞ്ഞത് തെറ്റായ തീരുമാനമാണെന്നും ഞങ്ങളെ തേടി വരരുതെന്നും കിട്ടിയ പൈസ കൊണ്ട് ഇതെല്ലാം മറന്ന് നിന്റെ മകളോടും കുടുംബത്തോടുമൊപ്പം സുഖമായി ജീവിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സിയോങ് ഇതൊന്നും വകവയ്ക്കാതെ ഇനി ഒരിക്കലും നിങ്ങളുടെ ഈ മനുഷ്യക്കുരുതി നടത്താൻ ഞാൻ സമ്മതിക്കില്ല, ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ അവരുപയോഗിച്ച ചിപ്പ് സ്വയമേ തന്റെ ശരീരത്തിൽ നിന്നും ബ്ലേഡ് ഉപയോഗിച്ച് കീറിയെടുക്കുന്നു. കാരണം ഇനി തന്നെ ഒരിക്കലും അവർ കണ്ടെത്തരുത് എന്ന ദൃഢനിശ്ചയം സിയോങ്ങിനുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ആദ്യ സീസണിൽ ഈ ഗെയിം നിയന്ത്രിക്കുന്ന ആളുകൾക്കിടയിൽ സ്പൈ ആയി വർക്ക് ചെയ്തിരുന്ന തൻ്റെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് വന്ന ഹ്വാങ് ഞെട്ടി എണീക്കുന്നത്. കാരണം അവൻ ഇത്രയും കാലം അന്വേഷിച്ചു വന്ന തൻ്റെ ജ്യേഷ്ഠൻ ഇരയായിരുന്നില്ല, പകരം വേട്ടക്കാരനായിരുന്നു എന്നറിഞ്ഞ നിമിഷം ആ ഞെട്ടലിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ജ്യേഷ്ഠൻ്റെ കൈകളിൽ നിന്നും വെടിയേറ്റ ഹ്വാങ് ഇപ്പോഴാണ് റിക്കവറിയാകുന്നത്. ഏകദേശം 2 വർഷത്തിനു ശേഷം തൻ്റെ നിത്യജീവിത ശൈലിയിലേക്ക് മാറിയ ഹ്വാങ് തൻ്റെ ട്രാഫിക് ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് മേലുദ്യോഗസ്ഥൻ തന്നെ കാണാൻ വരുന്നത്. ഹ്വാങ് ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ ജ്യേഷ്ഠൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയ ഈ നിഗൂഢവും ഒരു പറ്റം ആളുകളുടെ വൈകൃതവും ക്രൂരവുമായ ഈ ഗെയിമിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഹ്വാങ് അന്ന് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചിരുന്നു. പക്ഷേ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം കൃത്യമായി ആ തെളിവുകൾ അവർക്ക് ലഭിക്കാതെ പോവുകയും പിന്നീട് അവൻ റിക്കവറി ആയ ശേഷം തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സഹപ്രവർത്തകരോട് എത്ര അവൻ ഈ കാര്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ വിശ്വസിച്ചിരുന്നില്ല. ആയതിനാൽ തന്നെ അവൻ സ്വമേധയ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. ഇതേ സമയം സിയോങ് ഒരു ഫ്ലാറ്റ് മൊത്തമായി വിലയ്ക്ക് വാങ്ങി തന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി CCTV സെക്യൂരിറ്റി എല്ലാം ഘടിപ്പിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷേ CCTVയിൽ ആരെയും കാണുന്നില്ല. രണ്ടും കൽപ്പിച്ച് ഭയത്തോടു കൂടി വാതിൽ തുറന്ന സിയോങ് കാണുന്നത് ഫ്രണ്ട്മാനെയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവർക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം 2 പേരുടെ വെട്ടിയെടുത്ത തല സിയോങ്ങിന് മുന്നിൽ കാഴ്ചവെക്കുക.